മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതമരുളുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലൂടെ വലിയ അഭിഷേകവും രോഗശാന്തിയും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിൽ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി വലിയ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിൻ്റെ നിറവിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം എല്ലാ നാവുകളും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ നിറവ് നൽകണമേ. രോഗശാന്തി നൽകണമേ. സൗഖ്യം നൽകണമേ. ആത്മാവിന്റെ നിറവ് നൽകണമേ. അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ. വചനം ശ്രവിക്കുവാനും വചനം മനസ്സിലാക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാഭിഷേകം ആത്മാഭിഷേകം ആത്മാവിൽ നിറയട്ടെ. ചേർന്ന് പാടാം. ആത്മാവിൽ നിറയട്ടെ. ആത്മാഭിഷേകം ആത്മാഭിഷേകം ആത്മാവിൽ നിറയട്ടെ. എന്നാത്മാവിൽ നിറയട്ടെ. രക്താഭിഷേകം വചനാഭിഷേകം സഭയിൽ നിറയട്ടെ. ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. രക്താഭിഷേകം വചനാഭിഷേകം സഭയിൽ നിറയട്ടെ. ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമ്മിൽ വന്ന് നിറയട്ടെ. നാം ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വചനം ശ്രവിക്കുവാനും വചനം ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്താൽ അഭിഷേകം, ഈശോദൻ രക്തത്താൽ അഭിഷേകം. യേശുവിൻ നാമത്താൽ അഭിഷേകം, ഈശോദൻ രക്തത്താൽ അഭിഷേകം. ആദിമസഭയിലെ അഭിഷേകം ഞങ്ങളിൽ ചൊരിയണമേ. ആദിമസഭയിലെ അഭിഷേകം ഞങ്ങളിൽ ചൊരിയണമേ. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ തടസ്സങ്ങൾ ഇല്ലാതായി പോകട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ.
ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ തിന്മയുടെ ശക്തികൾ നശിച്ചു പോകട്ടെ. ആത്മാവിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. തിന്മയുടെ ശക്തി നശിച്ചു പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാകട്ടെ. തിന്മയുടെ ശക്തികൾ നശിച്ചു പോകട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ചേർന്ന് പാടാം. ആത്മാവിന്റെ അഭിഷേകം നമ്മിൽ വന്ന് നിറയട്ടെ. ശ്രീഹരിയിലേകിയ അഭിഷേകം, വിശുദ്ധരിലേകിയ അഭിഷേകം. ശ്രീഹരിയിലേകിയ അഭിഷേകം, വിശുദ്ധരിലേകിയ അഭിഷേകം. മാതാവിൽ നിറഞ്ഞൊര അഭിഷേകം ഞങ്ങളിൽ ചൊരിയണമേ. മാതാവിൽ നിറഞ്ഞൊര അഭിഷേകം ഞങ്ങളിൽ ചൊരിയണമേ. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം, നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. വിശ്വാസത്തോടെ നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം, നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. 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 നിറയട്ടെ ചേർന്ന് പാടാം, ഒഴുകട്ടെ, ദാഹത്തോടെ നമുക്ക് പാടാം, കവിയട്ടെ വിശ്വാസത്തോടെ ആത്മാഭിഷേകം. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം, നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം, നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ കുടുംബങ്ങളെയും ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിന്റെ അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, തടസ്സങ്ങൾ ഇല്ലാതാകട്ടെ, തിന്മയുടെ ശക്തി നശിച്ചു പോകട്ടെ. യേശുവേ കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങനെ ശക്തി നിങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കണമേ. എല്ലാ കുടുംബങ്ങളെയും ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിറയട്ടെ നിറയട്ടെ ആത്മാഭിഷേകം, നിറയട്ടെ നിറയട്ടെ വചനാഭിഷേകം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നലെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ വിശ്വാസത്തെക്കുറിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ധ്യാനിച്ചു. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ കുറിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യേശു ഏകരക്ഷകനാണ്, ലോകരക്ഷകനാണ്. യേശു എന്തുകൊണ്ടാണ് ഏകരക്ഷകനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു ലോകരക്ഷകനാണ്? യേശു സമാനതകളില്ലാത്ത ദൈവമാണ് എന്ന് എന്തുകൊണ്ടാണ് നാം പറയുന്നതെന്നും വിശ്വസിക്കുന്നതെന്നും പ്രഖ്യാപിക്കുന്നതെന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. യേശു പ്രത്യേകതകളുള്ള ദൈവമാണ്. യേശു ഒരുപാട് വ്യത്യസ്തതകളുള്ള ദൈവമാണ്. അവനെപ്പോലെ ഒരുവൻ ഈ ഭൂമിയിലില്ല, ഈ ലോകത്ത് അതുപോലെ ഒരു ദൈവമില്ല. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണ് നാം പറയുന്നത്. യേശു ഏകരക്ഷകനാണ് എന്ന് പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവത്വത്തിൽ യേശു സമാനതകളില്ലാത്തവനാണ്. എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ മറ്റൊരു ദൈവമില്ല. രണ്ടാമതായി, വാക്കുകളിൽ യേശു അദ്വിതീയനാണ്. അവനെ പോലെ സംസാരിച്ചവർ ഈ ഭൂമിയിൽ ആരുമില്ല. പ്രവർത്തന ശൈലിയിൽ യേശു അതിശയിപ്പിക്കുന്നവനാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായി, ദൈവത്വത്തിൽ യേശു സമാനതകളില്ലാത്തവനാണ്. മറ്റൊരു ദൈവത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത,
മറ്റൊരു ദൈവസങ്കല്പത്തിനും അടുത്തേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിന് അർഹനാണ് യേശു. രണ്ടാമതായി, വാക്കുകളിൽ, തൻ്റെ പ്രബോധനങ്ങളിൽ യേശു അദ്വിതീയനാണ്. അവനെ പോലെയുള്ള ഒരു പ്രബോധകനെയും ഈ ഭൂമിയിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. മൂന്നാമതായിട്ട്, പ്രവർത്തന ശൈലിയിൽ അതിശയിപ്പിക്കുന്നവനാണ്. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയവൻ, ആരെയും വെല്ലുവിളിക്കുന്ന, ആരെയും ചിന്തിപ്പിക്കുന്ന, ആരെയും മാറ്റിമറിക്കുന്ന ഒരു പ്രവർത്തന ശൈലി സ്വന്തമായിട്ടുള്ളവൻ. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് യേശു ഏകരക്ഷകനാണ് എന്ന് പറയുന്നത്. അവനെ പോലെ മറ്റൊരുവൻ ഈ ഭൂമിയിലില്ല. ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ഒന്നാമതായി, യേശു ദൈവത്വത്തിൽ സമാനതകളില്ലാത്തവനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായ ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനാണ് അവിടുത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എത്രയോ വേദനാജനകമായ കാര്യമാണിത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് വേദനകളുണ്ട്, എനിക്ക് രോഗങ്ങളുണ്ട്, എനിക്ക് തകർച്ചകളുണ്ട്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. കാണപ്പെടാത്തൊരു ദൈവത്തോട് ഞാൻ എങ്ങനെ സംസാരിക്കും? അദൃശ്യനായ ഒരു ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? രൂപമില്ലാത്തൊരു ദൈവത്തോട് ഞാൻ എങ്ങനെ സംഭാഷിക്കും? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഈ മനുഷ്യന്റെ വലിയ പ്രശ്നത്തിന് പരിഹാരമായി യേശു ഈ ലോകത്തിലേക്ക് വന്നു. പിതാവുമായി ഗാഢബന്ധത്തിലായിരുന്ന പുത്രനായ ഈശോ ഈ ലോകത്തിന് ആ ദൈവത്തെ കാണിച്ചു കൊടുത്തു. കാണപ്പെടാത്ത ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അറിയാത്ത ദൈവത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതാണ് യേശു ചെയ്തത്. എങ്ങനെയാണ് യേശു ഇത് ചെയ്തത്? ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചവർ അനേകരുണ്ട്. ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനേകം വേദഗ്രന്ഥങ്ങളുണ്ട്. ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റുള്ളവരിൽ നിന്നും യേശു എങ്ങനെയാണ് വ്യത്യസ്തനായിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഈ പരിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ കാരണം, യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് യേശു എവിടെയായിരുന്നു? യേശു ദൈവത്തോടു കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവം തന്നെയായിരുന്നു. ആ വചനമാണ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ രൂപത്തിലായിരുന്ന ഈശോയാണ് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റെല്ലാവരും ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്. മനുഷ്യരിൽ നിന്ന് ജനിച്ചവരാണ് അവർ. ദൈവത്തിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രമാണ്. ഉന്നതത്തിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രമാണ്. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച, ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാമെന്ന് അവകാശപ്പെട്ട മറ്റെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണെങ്കിൽ യേശു മാത്രം ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. അതാണ് യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. മറ്റെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണ്, നമ്മെ പോലുള്ള മനുഷ്യർ. പിന്നെ അവരെങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചത്? അവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിശക്തി ഉപയോഗിച്ച് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കി.
അവർക്കുണ്ടായിരുന്ന ധ്യാനശക്തി ഉപയോഗിച്ച് ചില ആധ്യാത്മിക കാര്യങ്ങൾ അവർ പറഞ്ഞു. അത് മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, മാനുഷികമായ ധ്യാനശക്തി ഉപയോഗിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അവരെല്ലാവരും മണ്ണിൽ നിന്ന് വന്നവരാണ്, അവരെല്ലാവരും മനുഷ്യരിൽ നിന്ന് വന്നവരാണ്. എന്നാൽ ഈശോ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവരെയും കാൾ ഉപരിയാണ്. ഈ ഉന്നതത്തിൽ നിന്ന് വന്ന ഈശോ എന്താണ് ഈ ലോകത്തോട് സംസാരിച്ചത്? താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് അവൻ ഈ ലോകത്തോട് സംസാരിച്ചത്. ഉന്നതത്തിൽ നിന്ന് വന്നവൻ ഒരുവനേയുള്ളൂ. അവൻ സംസാരിച്ചത് എന്താണ്? അവൻ കണ്ട കാര്യങ്ങളും അവൻ കേട്ട കാര്യങ്ങളും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 32 മുതലുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നവൻ എല്ലാവരെയേക്കാൾ ഉപരിയാണ്. അവൻ എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? താൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്ന് വന്നവനോ? ഭൂമിയിൽ നിന്ന് വന്നവൻ ഭൗമികമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, ഉന്നതത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രമാണ്. അവൻ ഈ ലോകത്തോട് പറഞ്ഞത് താൻ കണ്ട കാര്യങ്ങളും താൻ കേട്ട കാര്യങ്ങളുമാണ്. അങ്ങനെ താൻ കണ്ട കേട്ട ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തെ കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ലോകം മാറിയത് യേശുവിലൂടെയാണ്. യേശുവാണ് ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തത്. ദൈവികമായി സംസാരിച്ചവൻ, ദൈവത്തെ കണ്ട് ദൈവത്തെ കേട്ട് ആ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത് യേശു മാത്രമാണ്. അവൻ ഉന്നതത്തിൽ നിന്ന് വന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്വമേധയാ പറയുന്നതല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നീട് ഈശോ പറയുമായിരുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളല്ല, ഇത് എൻ്റെ വചനമല്ല, ഇത് എന്നെ അയച്ചവൻ്റെ വചനമാണ്. അപ്പോൾ യേശു എന്താണ് ചെയ്തത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനത്തിൻ്റെ രൂപത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഈ ലോകത്തിലേക്ക് വന്ന ഈ ലോകത്തോട് സംസാരിച്ചത്. താൻ കാണാത്തതോ കേൾക്കാത്തതോ ആയ ഒന്നിനെ കുറിച്ചും അവൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതിനെ കുറിച്ച്, പിതാവിൻ്റെ സന്നിധിയിൽ കേട്ടതിനെ കുറിച്ച് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റുള്ളവരോ അവർ ഭൗമികമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവരുടെ ബുദ്ധിശക്തി കൊണ്ട് അവർ ഊഹിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഊഹിച്ച് സംസാരിക്കുന്നവനെ നമ്മൾ വിശ്വസിക്കണമോ? കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കണമോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കലും അമേരിക്കയിലേക്ക് പോയിട്ടില്ല, അമേരിക്ക ഞാൻ കണ്ടിട്ടില്ല. അമേരിക്കയെക്കുറിച്ച് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അമേരിക്കയെക്കുറിച്ച് പുസ്തകങ്ങളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഊഹിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം, ഞാൻ നിങ്ങൾക്ക് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷെ ഞാനൊരിക്കലും അമേരിക്ക കണ്ടിട്ടുമില്ല, അമേരിക്കയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടുമില്ല. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിരിക്കുന്നു, എൻ്റെ ഊഹം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നു. ഇത്രയുമാണ് അമേരിക്കയെക്കുറിച്ചുള്ള എൻ്റെ അറിവ്. ഇവിടെ നിന്ന് അമേരിക്കയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വേറൊരാൾ അമേരിക്കയിൽ നിന്ന് വരുന്നു. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നവനാണ്. അമേരിക്ക എന്താണെന്ന് പൂർണ്ണമായും അറിയാം. അവിടെ ജനിച്ചവൻ, അവിടെ വളർന്നവൻ, അവിടെ പഠിച്ചവൻ, എല്ലാം മനസ്സിലാക്കിയവൻ. അവൻ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം, ഞാൻ നിങ്ങൾക്ക് അമേരിക്ക കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങൾ സാധാരണ രീതിയിൽ ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടപ്പെടുക? ഒരിക്കലും അമേരിക്ക കാണാതെ ഇവിടെ നിന്ന് ഊഹിച്ച് മനസ്സിലാക്കിയ എൻ്റെ കൂടെ അമേരിക്ക കാണാൻ വരുമോ? അതോ
അമേരിക്ക കണ്ട് അവിടെ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് വന്ന് അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വന്നവൻ്റെ കൂടെ പോകുമോ? സാധാരണ രീതിയിൽ അവിടെ നിന്ന് വന്നവൻ്റെ കൂടെ പോകും. കാരണം അവനാണ് അറിയാവുന്നത്, അവനാണ് അവിടെ നിന്ന് വന്നത്, അവനാണ് അവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്, അവനാണ് അവിടെ വളർന്നിട്ടുള്ളത്, അവനാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇതാണ് യേശുവും മറ്റു ദൈവങ്ങളെക്കുറിച്ച് സംസാരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം. യേശു ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാണ്. അവൻ ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ ദൈവത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. മറ്റാരും ദൈവത്തിൽ നിന്ന് വന്നവരല്ല, ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്, മനുഷ്യരിൽ നിന്ന് വന്നവരാണ്. ഇവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കിയവർ, ഇവിടെ ഇരുന്ന് ബുദ്ധിശക്തി കൊണ്ടും ധ്യാനശക്തി കൊണ്ടും സ്വർഗത്തെക്കുറിച്ച് ധ്യാനിച്ചവർ, അവർ പറയുന്നത് കണ്ട കാര്യങ്ങളല്ല, കേട്ട കാര്യങ്ങളല്ല, അവർ ഊഹിച്ച കാര്യങ്ങളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഊഹിച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകളേക്കാൾ എത്രയോ വിശിഷ്ടമാണ് കണ്ട് സംസാരിക്കുന്നവൻ്റെ വാക്കുകൾ. ഈശോ കണ്ട് സംസാരിക്കുന്നവനാണ്. ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാണ്. അവിടെ നിന്നാണ് അവൻ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, ഉന്നതത്തിൽ നിന്ന് വന്നവൻ, പിതാവിൽ നിന്നും വന്നവൻ, അവനാണ് ഈശോ. അവനാണ് ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം, ഈശോ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഈ പുത്രൻ പിതാവ് ചെയ്യുന്നത് കണ്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോഴാണ് ഈ പുത്രൻ കണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നവൻ ദൈവം ചെയ്യുന്നത് കണ്ടിട്ടുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട ഈശോ അല്ലാതെ ഈ ഭൂമിയിൽ ആർക്കാണ് പറയാൻ സാധിക്കുക, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നുവെന്ന്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നവൻ ഒരുവൻ മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രമാണ്. ഒരുവൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. പിതാവിൽ നിന്ന് വന്നവൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ, അവൻ മാത്രമേ ആ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റാരും ദൈവത്തെ കണ്ടിട്ടില്ല. ഈ ഭൂമിയിൽ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ മറ്റാരും അവിടെ നിന്ന് വന്നിട്ടില്ല, അവനെ കണ്ടിട്ടില്ല, അവനെ കേട്ടിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അവരുടെ വാക്കുകൾ നാം കേൾക്കണമോ, അതോ ദൈവത്തിൽ നിന്നും വന്നവനെ നാം കേൾക്കണമോ? ദൈവത്തിൽ നിന്ന് വന്നവൻ മാത്രമേ ദൈവത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ. അവനാണ് ഈ ലോകത്തോട് പറയുന്നത്, ഞാൻ അവൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് 3-ാം അധ്യായം 32 മുതലുള്ള വചനങ്ങളിൽ ഈശോ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന്. ഈശോ ദൈവത്തിൽ നിന്ന് വന്നവനായിരുന്നു. അവിടെ കണ്ട കാര്യങ്ങളാണ് ഈശോ ഈ ലോകത്തെ അറിയിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനവും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനവും വ്യക്തമായി പറയുന്നു, ഈശോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ട കാര്യങ്ങളാണ് ഈ ലോകത്തോട് സംസാരിച്ചത്. കാരണം ഈശോ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
ദൈവത്തിൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഇനിയും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ എൻ്റെ അല്ല, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് നാം കണ്ടത് ഈശോ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഈശോ പറയാൻ പോകുന്നത് പിതാവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ കേട്ട കാര്യങ്ങളെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനും മാത്രമേ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് വന്നവൻ, മനുഷ്യരിൽ നിന്ന് ജനിച്ചവൻ, മണ്ണിൽ നിന്ന് ജനിച്ചവന് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ബുദ്ധി കൊണ്ട് ഊഹിച്ച് മനസ്സിലാക്കുന്ന കാര്യം മാത്രമാണ് അവന് സംസാരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ നിന്ന് വന്നവന്, ദൈവത്താൽ അയക്കപ്പെട്ടവന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. കാരണം അവൻ അവൻ്റെ സന്നിധിയിലിരുന്ന് കേട്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതല്ല, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഈ ഈശോ എപ്പോഴാണ് കേട്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അന്ന് അവൻ കേട്ടിരുന്നു. ആ കാര്യമാണ് ഈ ലോകത്തിലേക്ക് വന്ന ഈശോ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. പിതാവ് എപ്പോഴാണ് ഈ ഈശോയെ പഠിപ്പിച്ചത്? പിതാവിനോട് കൂടെയായിരുന്നപ്പോൾ, ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വചനവും ഞാൻ സ്വമേധയാ പറയുന്നതല്ല, പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വചനം. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നു, പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഒരു വചനവും എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ഈശോ എപ്പോഴാണ് ഈ പിതാവിൻ്റെ വചനം കേട്ടത്? പിതാവിനോട് കൂടെയായിരുന്നപ്പോൾ. അപ്പോൾ രണ്ട് രീതിയിലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഒന്ന്, യേശു കണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനവും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനവും. രണ്ടാമതായി ഈശോ കേട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വചനം. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും പറക്കിയെടുത്തു എന്ന് മാത്രം. ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈശോ കണ്ട കാര്യങ്ങളാണ് സംസാരിച്ചത്, ഈശോ കേട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവത്തെ കണ്ടിരുന്നു. ദൈവത്തിൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിരുന്നുള്ളൂ, അവൻ മാത്രമേ പിതാവിൻ്റെ സ്വരം കേട്ടിരുന്നുള്ളൂ. അങ്ങനെ ദൈവത്തിൽ നിന്നും വന്ന ഈശോ ഈ ലോകത്തോട് താൻ കണ്ടതിനെ കുറിച്ചും താൻ കേട്ടതിനെ കുറിച്ചും സംസാരിച്ചു. അങ്ങനെ ഈശോ എന്തു ചെയ്തു? അദൃശ്യനായ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റുള്ളവരൊക്കെയോ അവർ പോലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, അവർ പോലും കേട്ടിട്ടില്ലാത്ത ദൈവത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ആ ദൈവത്തിൽ നിന്ന് വന്നവർ മാത്രമേ ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവനാകുന്നുള്ളൂ. അങ്ങനെയുള്ളവൻ ഒരുവനേയുള്ളൂ. ദൈവത്തിൽ നിന്ന് വന്നവൻ, ഉന്നതത്തിൽ നിന്ന് വന്നവൻ, പിതാവിൽ നിന്ന് വന്നവൻ, സ്വർഗത്തിൽ നിന്ന് വന്നവൻ ഒരുവനേയുള്ളൂ. അവനാണ് ഈശോ മിശിഹ. അവൻ എല്ലാവരേക്കാൾ ഉപരിയാണ്, കാരണം അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. ഇങ്ങനെ ഈ ലോകത്തിലേക്ക് വന്ന് ആ കാണപ്പെടാത്ത ദൈവത്തെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ സന്നിധിയിൽ കേട്ട കാര്യങ്ങളുമെല്ലാം ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് യേശുവിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിച്ചു.
യേശുവിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം കണ്ട പ്രശ്നത്തിന് പരിഹാരമായി. എന്തായിരുന്നു ആ പ്രശ്നം? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ യേശുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. യേശുവിനെ കണ്ടിട്ടുള്ളവൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. യേശുവിനെ കേട്ടിട്ടുള്ളവൻ ദൈവത്തെ കേട്ടിട്ടുണ്ട്. കാരണം അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ കേട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് അവൻ ഈ ലോകത്തോട് സംസാരിച്ചതും ഈ ലോകത്തിൽ ചെയ്തതും. അതുകൊണ്ട് ആരൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ടോ അവരൊക്കെ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ആരൊക്കെ യേശുവിനെ കേട്ടിട്ടുണ്ടോ അവരൊക്കെ യേശുവിനെ കേട്ടിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ കാണണം. ദൈവത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ കേൾക്കണം. കാരണം ദൈവത്തിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രമാണ്. എല്ലാവരേക്കാൾ ഉപരിയായവൻ, ഉന്നതത്തിൽ നിന്ന് വന്നവൻ, പിതാവിനാൽ ഐക്യപ്പെട്ടവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണുകയും കേൾക്കുകയും ചെയ്തവൻ ഒരുവൻ മാത്രം, ഏകരക്ഷകനായ ലോകരക്ഷകനായ ഈശോ മാത്രം. അതുകൊണ്ട് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ കാണണം. ദൈവത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ കേൾക്കണം. അവനാണ് ആ അദൃശ്യനായ കാണപ്പെടാത്ത ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ. ഈശോ ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം. കാരണം ഈശോ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിലായിരുന്നവനാണ്. ദൈവത്തെ കണ്ടിരുന്നു, ദൈവത്തെ കേട്ടിരുന്നു. ദൈവത്തെ കണ്ടിട്ടുള്ളത് ദൈവത്താൽ ഐക്യപ്പെട്ട ഇവൻ മാത്രമാണ്. അങ്ങനെ അവൻ വന്ന് ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു, ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായി ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഈശോ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ വളരെ മനോഹരമായി സംസാരിച്ചിട്ടുണ്ട്. ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. പിതാവിനെ കുറിച്ച് സംസാരിച്ചു, പിതാവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. താനാണ് വഴിയെന്നും താനാണ് സത്യമെന്നും താനാണ് ജീവമെന്നും പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശു ഏകരക്ഷകനാണ്. യേശു ലോകരക്ഷകനാണ്. യേശുവിൻ്റെ ഈ അവകാശവാദത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യേശു പറയുകയാണ്, ഞാനാണ് വഴി, നിങ്ങൾ എന്നിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാം, ഞാൻ നിങ്ങളെ പിതാവിങ്കിലേക്ക് കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്ന് ഞാനായിരിക്കുന്നിടത്തേക്ക് നിങ്ങളും വരേണ്ടതിന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തിലേക്കുള്ള വഴി ഈശോയാണ്. ഈശോ മാത്രമാണ്. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചവർ അനേകരുണ്ട്. ദൈവത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് സംസാരിച്ചവർ അനേകരുണ്ട്. ദൈവത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന് എന്താണ് പറയാനുള്ളത്? ദൈവത്തെക്കുറിച്ച് സംസാരിച്ച, ദൈവത്തിലേക്കുള്ള വഴി കാണിക്കാമെന്ന് അവകാശപ്പെട്ട മറ്റുള്ളവരിൽ നിന്നും ഈ ഈശോ മിശിഹ എങ്ങനെയാണ് വ്യത്യസ്തനായിരിക്കുന്നത്? ഇതിനു മുമ്പ് നാം കണ്ടു കഴിഞ്ഞു, അവൻ അവിടെ നിന്ന് വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ഈശോ തൻ്റെ ശുശ്രൂഷയെ വളരെ മനോഹരമായി വിവരിച്ചിരിക്കുകയാണ് ഒരൊറ്റ വാക്യത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനം, ഞാൻ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ ഇതാ ഈ ലോകത്തിൽ നിന്നും പുറപ്പെട്ട് ദൈവത്തിലേക്ക് പിതാവിങ്കിലേക്ക് പോകുന്നു. ഈ വഴിയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. ഞാനാണ് വഴി, എന്നിലൂടെയല്ലാതെ
ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഏത് വഴിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്? താൻ വന്ന വഴിയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. താൻ പോകുന്ന വഴിയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നവൻ, ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് പോയവൻ, അവൻ വന്ന വഴിയെക്കുറിച്ച്, അവൻ പോയ വഴിയെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ മറ്റാരും ദൈവത്തിലേക്ക് വരുന്നില്ല. പിതാവിങ്കിലേക്ക് വരാൻ മറ്റൊരു മാർഗമില്ല. ഞാനാണ് വഴി, ഞാനാണ് മാർഗം, എന്നിലൂടെ നിങ്ങൾ വരുവിൻ. ഈ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാമെന്ന് അവകാശപ്പെട്ട മറ്റുള്ളവരോ, അവർ ആ ദൈവത്തിൽ നിന്ന് വന്നിട്ടുമില്ല, അവർ ആ ദൈവത്തിലേക്ക് പോയിട്ടുമില്ല. ഒരിക്കലും കാണാത്ത വഴിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു, അവർ വന്നിട്ടില്ലാത്ത വഴിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു, അവർ പോയിട്ടില്ലാത്ത വഴിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അതാണ് യേശുവിൻ്റെ വ്യത്യസ്തത, അതാണ് യേശുവിൻ്റെ പ്രത്യേകത. അവൻ സമാനതകളില്ലാത്തവനാണ്. അവനെ പോലൊരു ദൈവം ഈ ഭൂമിയിലില്ല. ദൈവത്തിൽ നിന്ന് വന്നവൻ ഏകനാണ്. ദൈവത്തിൽ നിന്ന് വന്നവൻ അവൻ മാത്രമാണ്. അവനാണ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോയത്. പിതാവിൻ്റെ പക്കൽ നിന്ന് ലോകത്തിലേക്ക് വന്ന വഴിയെക്കുറിച്ച്, ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോയ വഴിയെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു. ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെങ്കിലേക്ക് പോകുന്നില്ല, ആരും പിതാവിങ്കിലേക്ക് പോകുന്നില്ല. താൻ വന്ന വഴിയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. നിങ്ങൾ മറ്റു മതഗ്രന്ഥങ്ങൾ വായിക്കുക, മറ്റു പുസ്തകങ്ങൾ വായിക്കുക, ജ്ഞാനഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ വായിക്കുക. ഏത് വഴിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? അവർ കണ്ടിട്ടില്ലാത്ത വഴിയെക്കുറിച്ച്, അവർ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത വഴിയെക്കുറിച്ച്. പക്ഷേ ഈ ഈശോ സംസാരിക്കുന്നതോ, ഈ വിശുദ്ധ ഗ്രന്ഥം സംസാരിക്കുന്നതോ പിതാവിൽ നിന്നും വന്നവൻ താൻ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കുന്ന വചനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. പിതാവിൽ നിന്നും വന്ന ഈ ലോകത്തിൽ നിന്നിലേക്ക് വന്ന, ഈ ലോകത്തിൽ നിന്നും വീണ്ടും പിതാവിൻ്റെ പക്കലേക്ക് പോയ ഈശോ മിശിഹ താൻ വന്ന വഴിയെക്കുറിച്ച്, കണ്ട വഴിയെക്കുറിച്ചാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സംസാരിക്കുന്നത്. കണ്ടവൻ സംസാരിക്കുമ്പോൾ നാം വിശ്വസിക്കണം. അവൻ വന്ന വഴിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ വഴിയിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. മറ്റുള്ളവരോ അവർക്കറിയാത്ത വഴിയെക്കുറിച്ച്, അവർ കാണാത്ത വഴിയെക്കുറിച്ച്, അവർ വന്നിട്ടില്ലാത്ത വഴിയെക്കുറിച്ച്, അവർ പോയിട്ടില്ലാത്ത വഴിയെക്കുറിച്ച് ഊഹിച്ച് സംസാരിക്കുന്നു. അവർ ധ്യാനശക്തി കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും സംസാരിക്കുന്നു. പക്ഷേ യേശുവോ താൻ വന്ന വഴിയെക്കുറിച്ച്, ആ വഴി മുന്നിൽ കണ്ടുകൊണ്ട്, ആ വഴി പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. ഇതുകൊണ്ടാണ് നാം പറയുന്നത്, അവനാണ് ഏകരക്ഷകൻ. അവനിൽ നിന്ന് വന്നവനും അവനിലേക്ക് തിരിച്ചു പോയവനും യേശുവാണ്. ദൈവത്തിൽ നിന്ന് വന്നവൻ, ഉന്നതത്തിൽ നിന്ന് വന്നവൻ, ആ ദൈവത്തിങ്കിലേക്ക് ഈ ലോകത്തു നിന്നും പുറപ്പെട്ടവൻ. ആ വഴിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് നാം പറയുന്നത് യേശു ഏകരക്ഷകനാണെന്ന്. വിശുദ്ധ പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, അവനിൽ അല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു മാത്രമാണ് പിതാവായ ദൈവത്തിൽ നിന്നും വന്നവൻ. അവൻ മാത്രമാണ് പിതാവിങ്കിലേക്ക് ഈ ലോകത്തു നിന്നും പോയവൻ. അവൻ വന്ന വഴിയാണ് യഥാർത്ഥ വഴി. അവൻ കാണിച്ചു തന്ന വഴിയാണ് യഥാർത്ഥ വഴി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അവനിലല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല. അവനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ഈ ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് മനുഷ്യനായ യേശുക്രിസ്തുവാണ്. ദൈവത്തിൽ നിന്നും വന്നവൻ, ദൈവത്തെങ്കിലേക്ക് പോയവൻ. താൻ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കുന്നു, താൻ കണ്ട വഴിയെക്കുറിച്ച് സംസാരിക്കുന്നു, താൻ കണ്ട ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, താൻ കേട്ട ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവനെ പോലെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നവൻ, ദൈവത്തോട് സമനായിരിക്കുന്നവൻ ഈ ഭൂമിയിൽ ആരുമില്ല. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ദൈവത്വത്തിൽ സമാനതകളില്ലാത്തവൻ.
അവനോട് ചേർത്ത് വയ്ക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ദൈവസങ്കല്പവുമില്ല. അവനോട് ചേർന്ന് നിൽക്കുവാൻ ഈ ഭൂമിയിൽ ഒരു രക്ഷകനും സാധിക്കില്ല. ഒരു രക്ഷാമാർഗവും ഈ രക്ഷാമാർഗത്തോട് തുലനം ചെയ്യുമ്പോൾ ഇതിനോടൊപ്പമോ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയിട്ടില്ല. ഇത് വ്യത്യസ്തമായ മാർഗമാണ്, ഉന്നതമായ മാർഗമാണ്, സമാനതകളില്ലാത്ത മാർഗമാണ്. സമാനതകളില്ലാത്ത ദൈവമാണ് ഈശോ. ലോകരക്ഷകനാണ് ഈശോ, ഏകരക്ഷകനാണ് ഈശോ. കാരണം അവൻ അവിടെ നിന്ന് വന്നവനാണ്. ആ വഴിയെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു ഏകരക്ഷകനാണ് എന്ന് പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം ഇതാണ്. അവൻ ദൈവത്വത്തിൽ സമാനതകളില്ലാത്തവനാണ്. അവനോട് കിടപിടിക്കാൻ ആർക്കും സാധിക്കില്ല. അവൻ രക്ഷയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ആരും രക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവൻ രക്ഷയിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ ആരും രക്ഷയിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം നാം ഇതിനകം കണ്ടു കഴിഞ്ഞു, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:18. യോഹന്നാന്റെ സുവിശേഷം 6:46 നാം കാണുന്നു, ദൈവത്തിൽ നിന്ന് വന്നവൻ ഒഴികെ മറ്റാരും പിതാവിനെ കണ്ടിട്ടില്ല. ഈശോ ദൈവത്തിൽ നിന്നും വന്നവനായിരുന്നു. അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനായിരുന്നു. അവൻ വന്നിട്ട് എന്താണ് സംസാരിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 3:31 നാം കണ്ടു, അവൻ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മറ്റുള്ളവരോ ഈ ഭൂമിയുടെ കാര്യങ്ങൾ സംസാരിച്ചു, ഭൗമികമായി അവർ സംസാരിച്ചു. ഈ ഈശോ വന്ന ഈ ലോകത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നതല്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ട കാര്യങ്ങളും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കേട്ട കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നതും പറയുന്നതും. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടാൽ ദൈവത്തെ കാണുന്നു, നിങ്ങൾ എന്നെ കണ്ടാൽ പിതാവിനെ കാണുന്നവരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:9. ഇതിൻ്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, കൊളോസ്യോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15 അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ. ആ പിതാവിങ്കിലേക്കുള്ള ഏകമാർഗം, ആ പിതാവിങ്കിലേക്കുള്ള ഏക വഴി, ദൈവത്വത്തിൽ സമാനതകളില്ലാത്തവൻ. രണ്ടാമതായിട്ട് യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ്റെ വാക്കുകളിൽ അവൻ അദ്വിതീയനാണ്. ഈ ഭൂമിയിൽ ഒരു പ്രവാചകനും, ഈ ഭൂമിയിൽ ഒരു പണ്ഡിതനും, ഈ ഭൂമിയിൽ ഒരു മതസ്ഥാപകനും, ഈ ഭൂമിയിൽ ആരും തന്നെ സംസാരിച്ചിട്ടില്ലാത്ത വാക്കുകൾ സംസാരിച്ചവനാണ് ഈശോ. അവൻ വാക്കുകളിൽ അദ്വിതീയനാണ്. ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് വചനം പറയുന്ന 2-3 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 7:28. മത്തായിയുടെ സുവിശേഷം 7:28. ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് ജനം പറഞ്ഞ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അവൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അധികാരമുള്ളവനെ പോലെയാണ്. അവരുടെ പ്രവാചകന്മാരെ പോലെയല്ല, അവരുടെ നിയമജ്ഞന്മാരെ പോലെയല്ല. കാരണം എന്താണ്? ഇവൻ കണ്ടവനാണ്, ഇവൻ തന്നെ സന്നിധിയിൽ കേട്ടവനാണ്. അധികാരമുള്ളവനെ പോലെയാണ് യേശു പഠിപ്പിച്ചത്. അവൻ്റെ വചനങ്ങൾ കേട്ട് ജനാവലി വിസ്മയിച്ചു. വാക്കുകളിൽ അദ്വിതീയനായ ഈശോ, വാക്കുകളിൽ എല്ലാവരെയും അതിശയിപ്പിച്ച ഈശോ, അവൻ്റെ പ്രബോധനം കേട്ട് ജനം വിസ്മയിച്ചു. ഒരിക്കൽ അധികാരികൾ യേശുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി പടയാളികളെ അയച്ചു. പടയാളികൾ യേശുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ യേശു ജനത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ യേശുവിൻ്റെ പഠനം കേട്ടു, അവർ യേശുവിൻ്റെ വാക്കുകൾ കേട്ടു. യേശുവിനെ പിടിച്ചു കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ വെറും കൈയോടെ അധികാരികളുടെ അടുത്തേക്ക് പോയി. അധികാരികൾ അവരോട് ചോദിച്ചു, യേശു എവിടെ? അവനെ പിടിച്ചു കൊണ്ടുവരുവാനല്ലേ ഞങ്ങൾ നിങ്ങളെ അയച്ചത്? അവർ പറഞ്ഞു, ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. അവനെ പിടിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം ഇവനെ പോലെ ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:32 ഈശോയെ പിടിച്ചു കൊണ്ടുവരുവാൻ അധികാരികൾ പടയാളികളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:32
ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. 45-46 വചനങ്ങൾ നമുക്ക് വായിക്കാം. അതേ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 45-46 വചനങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ ഈശോയെ പോലെ ഈ ലോകത്ത് ഒരുവനും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഇവൻ സംസാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ മറ്റൊരുവനിലും ഞങ്ങൾ കേട്ടിട്ടില്ല. പ്രവാചകന്മാരോ നിയമജ്ഞന്മാരോ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരോ ഇതുപോലെയുള്ള ഒരു പ്രവചനം നടത്തിയിട്ടില്ല, ഇതുപോലെയുള്ള ഒരു പ്രബോധനം നടത്തിയിട്ടില്ല. അവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് വന്നില്ല. ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. വാക്കുകളിൽ അദ്വിതീയനായവൻ. എന്തായിരുന്നു ഈശോയുടെ ഈ പ്രത്യേകത? എന്തുകൊണ്ടാണ് ജനം പറഞ്ഞത് ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന്? എന്തുകൊണ്ടാണ് ജനം വിസ്മയിച്ചത്? അവൻ്റെ പഠനങ്ങൾ, അവൻ്റെ പ്രബോധനങ്ങൾ അതുപോലെയുള്ളതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. നാളുകളായി പല പ്രാവശ്യം കേട്ടതുകൊണ്ട് ഇതിലുള്ള ആ അതിശയോക്തി ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല. ഈശോ എന്താണ് പറയുന്നത്? ദരിദ്രർ ഭാഗ്യവാന്മാർ. ആരോടാണ് പറയുന്നത്? ദാരിദ്ര്യം ശാപമാണെന്ന് കരുതിയ യഹൂദരോടാണ് സംസാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം ശാപമായിരുന്നു. ദരിദ്രർ ശപിക്കപ്പെട്ടവരായിരുന്നു. സമ്പത്ത് അനുഗ്രഹത്തിൻ്റെ അടയാളമായിരുന്നു. സമ്പത്ത് ദൈവപ്രീതിയുടെ അടയാളമായിരുന്നു. അങ്ങനെയുള്ളൊരു ജനത്തോട് ഈശോ പറയുകയാണ് ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന്. ഇത് കേൾക്കുമ്പോൾ ആരാണ് വിസ്മയിക്കാത്തത്? ഇത് കേൾക്കുമ്പോൾ ആരാണ് പറയാത്തത് ഇതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന്? അതുകൊണ്ടാണ് ആ സേവകന്മാർ അവനെ തൊടാതെ തിരിച്ചുപോയത്. കാരണം ഈ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു പ്രബോധനം, ഈ ലോകത്ത് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഈശോ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നാണ്. എന്നാൽ സമാന്തര സുവിശേഷ ഭാഗത്ത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തി ഈശോ പറയുകയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് വരെ ഈ ലോകം നിങ്ങളെ ശപിക്കപ്പെട്ടവർ എന്ന് വിളിച്ചു. ഇന്ന് വരെ നിങ്ങളുടെ ദാരിദ്ര്യം ശാപമാണെന്ന് ഈ ലോകം പഠിപ്പിച്ചു. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുവൻ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പ്രബോധനം, ആരും പറയാത്തൊരു പ്രബോധനം, ഇതായിരുന്നു യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകത. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കരയുന്നവർ ഭാഗ്യവാന്മാരാണ് പോലും. വേദന കൊണ്ട് ഉള്ളിൽ ഒതുങ്ങാത്ത ദുഃഖം കൊണ്ട് വേദനിക്കുന്നവർ, കണ്ണീരൊഴുക്കുന്നവർ, വിലപിക്കുന്നവർ, അവർ ഭാഗ്യവാന്മാരാണ് പോലും. ഈശോ പറയുകയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിന് മനസ്സിലാക്കാത്ത ഒരു തത്വശാസ്ത്രം, ആരും ഒരിക്കലും പറയാത്ത ഒരു പ്രബോധനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വേദനകളിലും നിങ്ങളുടെ കഷ്ടപ്പാടുകളിലും നിങ്ങളുടെ യാതനകളിലും ഭാഗ്യമനുഭവിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നവൻ ഈ ഈശോ മാത്രമാണ്. വേദനകളെ കഷ്ടപ്പാടുകളായി കണ്ട ജനത്തോട് ഈ വേദനകൾ ഭാഗ്യപ്പെട്ടവയാണെന്ന് പറഞ്ഞ ഒരേയൊരു പ്രബോധകനാണ് ഈശോ. ഈ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു തത്വശാസ്ത്രം. ഈ ലോകം എന്താണ് സാധാരണ മനുഷ്യരോട് പറയാറുള്ളത്? എല്ലാവരെയും ഒന്നാമനാകണമെങ്കിൽ എല്ലാവരെയും തോൽപ്പിക്കണം, എല്ലാവരെയും പിന്നിലാക്കിയിട്ട് എല്ലാവരുടെയും മുന്നിലാകണം. ഇതാണ് ഈ ലോകത്തിൻ്റെ നീതി, ഇതാണ് ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രം. അങ്ങനെ വിശ്വസിച്ചിരുന്നൊരു ജനസമൂഹത്തോട് ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. ഈ ലോകം കേട്ടിട്ടില്ലാത്തൊരു പ്രബോധനം. അതുകൊണ്ടാണ് അവർ വിസ്മയിച്ചത്. വാക്കുകളിൽ അദ്വിതീയൻ,
പ്രബോധനങ്ങളിൽ അദ്വിതീയൻ, ആരും സംസാരിക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചവൻ, ഈ ലോകത്ത് ഒരു മനുഷ്യനും സംസാരിക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചവൻ. അതാണ് ഈശോയുടെ പ്രത്യേകത. ഈ ലോകത്തിലെ ഒരു വേദഗ്രന്ഥമോ ഒരു പണ്ഡിതനോ ഒരു പ്രവാചകനോ ഇതുപോലെ ഈ ലോകത്തിന്റെ ചിന്താഗതികളെ സ്വാധീനിക്കുന്ന, മാറ്റിമറിക്കുന്ന പുതിയ പ്രബോധനങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരു യേശു ഒഴിച്ച്. ഈ യേശുവാണ് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന, സ്വാധീനിക്കുന്ന പുതിയ പ്രബോധനം കൊണ്ടുവന്നത്. എല്ലാവരെയും കാൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. എല്ലാവരുടെയും മുമ്പിലാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. ഈ ലോകം സാധാരണ രീതിയിൽ എന്താണ് നമ്മോട് പറയുന്നത്? നമ്മുടെ ജീവനെ സംരക്ഷിക്കണം, ആരോഗ്യത്തെ സംരക്ഷിക്കണം, ഈ ജീവന് വേണ്ടി ചെയ്യുന്നതെല്ലാം ചെയ്യണം, ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടണം. ഈശോ ലൂക്കായുടെ സുവിശേഷം 29-ാം വചനത്തിൽ പറയുകയാണ്, സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും സ്വന്തം ജീവനെ എന്നെ പ്രതി നഷ്ടപ്പെടുത്തിയാൽ അവൻ ജീവനെ സംരക്ഷിക്കും. ജീവനെ വലിച്ചെറിയുന്നവൻ സംരക്ഷിക്കുന്നു, ജീവനെ സംരക്ഷിക്കുന്നവൻ ആ ജീവനെ നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിന് മനസ്സിലാക്കാത്ത മറ്റൊരു പ്രബോധനം. സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ പാടുപെടുന്നവരാണ് നമ്മൾ. സ്വന്തം ജീവനെ കൂടുതൽ സുഖപ്രദമാക്കാൻ, സൗകര്യപ്രദമാക്കാൻ കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. നമ്മോട് ഈശോ പറയുകയാണ്, നിന്റെ ജീവനെ സംരക്ഷിക്കാൻ നീ പരിശ്രമിക്കുകയാണെങ്കിൽ നിന്റെ ജീവനെ നീ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, എൻ്റെ നാമത്തെ പ്രതി നിന്റെ ജീവനെ വലിച്ചെറിയുക, നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുക, നീ അത് കണ്ടെത്തും, നിന്റെ ജീവനെ നീ സംരക്ഷിക്കും. ആരും ഒരിക്കലും ഇതുപോലെ സംസാരിച്ചിട്ടില്ല എന്ന് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ സേവകർ പറയാൻ കാരണം ഇതാണ്. അവൻ്റെ പ്രബോധനം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൻ്റെ പ്രബോധനം ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ഇന്നും ഈ ലോകത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും ഈ ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ വചനം ഭൂമിയും ആകാശം കടന്നു പോയാലും കടന്നു പോകാത്ത, മരണമില്ലാത്ത, മാറ്റമില്ലാത്ത ഈ യേശുവിൻ്റെ വചനങ്ങളാണ് ഇന്നും ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതും മാറ്റിമറിക്കുന്നതും കാഴ്ചപ്പാടുകൾ മാറ്റുന്നതും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവൻ സമാനതകളില്ലാത്ത ദൈവമാണ്, ഇവൻ വാക്കുകളിൽ അദ്വിതീയനാണ്, ഇവനെപ്പോലെ ആരും സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കുകയുമില്ല. സമ്പത്തിനെ കുറിച്ച് ഈ ലോകം എന്താണ് പറയുന്നത്? സമ്പത്തിനെ കുറിച്ച് ഈ ലോകം പറയുന്നത് സമ്പാദിക്കുക, വീണ്ടും വീണ്ടും സമ്പാദിക്കുക, സമ്പാദിക്കുന്നതിൽ തൃപ്തി കണ്ടെത്തുക, നിന്റെ സമ്പത്തിനെ നോക്കി സന്തോഷിക്കുക, നിന്റെ സുഖസൗകര്യങ്ങളെ നോക്കി സന്തോഷിക്കുക. അങ്ങനെയുള്ള ലോകത്തോട് ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 18-ാം വചനത്തിൽ, നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ഈ ഭൂമിയിലല്ല നീ നിക്ഷേപം കരുതി വെക്കേണ്ടത്. നീ നിന്റെ സമ്പത്ത് വിറ്റ് കളയുക. നീ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് നിനക്ക് ഉപകാരപ്പെടില്ല. നീ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് സമ്പത്തുണ്ടാകും. ഈ ലോകത്തിന് മനസ്സിലാകാത്തൊരു തത്വശാസ്ത്രം, ഈ ലോകം കേട്ടിട്ടില്ലാത്തൊരു പ്രബോധനം, ഈ ലോകത്തെ വെല്ലുവിളിക്കുന്ന, മാറ്റിമറിക്കുന്ന ഈശോയുടെ പ്രബോധനം. കൗതുകത്തിനെങ്കിലും മറ്റു വേദഗ്രന്ഥങ്ങളോ പണ്ഡിതരുടെ പ്രബോധനങ്ങളോ വായിച്ചു നോക്കുക. ഇതിനോട് കിടപിടിക്കുന്ന ഒരു പ്രബോധനം, ലോകത്തെ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രബോധനം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുവാൻ ഇത്രയും ശക്തിയുള്ള ഒരു വചനം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധിക്കുമോ? ലൂക്കായുടെ സുവിശേഷം 21-ാം 33-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ള ഈ വചനം, ഭൂമി ആകാശങ്ങൾ കടന്നു പോയേക്കാം, എന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല. ഭൂമി പിളർന്നു പോയേക്കാം, ആകാശം തളർന്നു വീണേക്കാം, പർവ്വതങ്ങൾ പറന്നു പോയേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. എന്നും നിലനിൽക്കുന്ന വചനം, എന്നും പ്രസക്തമായ വചനം, എന്നും സത്യമായി നിലകൊള്ളുന്ന വചനം. ഈ ലോകത്തെ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾ, ആരും പറയാത്ത വചനങ്ങൾ, ആരും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വചനങ്ങൾ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഈ ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞവൻ നസ്രായനായ ഈശോയായിരുന്നു. കരയുന്നവരെ കണ്ടിട്ട് കൂടെ കരഞ്ഞവരുണ്ടാകാം, കരയുന്നവരെ കണ്ടിട്ട് അവരോട് സഹതാപം തോന്നിയിട്ടുണ്ടാകാം, പക്ഷെ കരയുന്നവരെ നോക്കിയിട്ട് കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞവൻ ഈശോയായിരുന്നു. എല്ലാവരുടെയും മുമ്പിലാകാൻ
വെമ്പൽ കൊള്ളുന്ന ഈ ലോകത്തോട് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരെയേക്കാൾ മുമ്പിലാകണമെങ്കിൽ നീ ശുശ്രൂഷ ചെയ്യണം, നീ അനേകർക്ക് ശുശ്രൂഷ ചെയ്യണം, നീ എല്ലാവരുടെയും ദാസനായിരിക്കണം, അങ്ങനെ നീ വലിയവനാകണം. ഈ ലോകത്ത് ജീവൻ സംരക്ഷിക്കാൻ പാടുപെടുന്ന ഈ ജനത്തോട് അവൻ പറഞ്ഞു, നിന്റെ ജീവനെ കുറിച്ച് നീ വേവലാതിപ്പെടരുത്, നിന്റെ ജീവനെ സംരക്ഷിക്കാൻ നീ പരിശ്രമിക്കരുത്, നീ അതിനെ നഷ്ടപ്പെടുത്തും. മറിച്ച് എന്നെ പ്രതി നിന്റെ ജീവനെ നീ നഷ്ടപ്പെടുത്തുക, അത് നീ കണ്ടെത്തും. അവസാനമായി ഈശോ പറഞ്ഞു, ഈ ലോകത്തിലല്ല നിന്റെ സമ്പത്തുകൾ നീ കൂട്ടിവെക്കേണ്ടത്, നിന്റെ സമ്പത്ത് നീ വിറ്റുകളയുക. സമ്പത്തിൽ ആനന്ദിക്കാൻ പഠിപ്പിക്കുന്ന ഈ ലോകത്തിൽ, സമ്പത്ത് കൂട്ടിവെക്കുവാൻ പഠിപ്പിക്കുന്ന ഈ ലോകത്തിൽ ഈശോ മാത്രമാണ് പറഞ്ഞത്, നിന്റെ സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കുക, നിന്റെ സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കുക. നിന്റെ തെരുവീതികളിലും നിന്റെ നാൽക്കവലകളിലും നിന്റെ ചുറ്റുവട്ടങ്ങളിലും ദരിദ്രരായി കിടക്കുന്ന ജനത്തോട് കരുണ കാണിക്കുക, അവർക്ക് വേണ്ടി നിന്റെ സമ്പത്ത് ചിലവഴിക്കുക. അങ്ങനെ നീ സ്വർഗരാജ്യത്തിൽ സമ്പത്ത് കണ്ടെത്തുക. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറയാത്ത ഒരു പഠനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാക്കുകളിൽ ഈശോ അദ്വിതീയനാണ്, ഒരിക്കലും ആരും പറയാത്ത വാക്കുകൾ പറഞ്ഞവൻ. മൂന്നാമതായിട്ട് പ്രവർത്തന ശൈലിയിൽ അവൻ അതിശയിപ്പിക്കുന്നവനാണ്. ഈശോയുടെ പ്രവർത്തന ശൈലി നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ അതിശയിച്ചു പോകും. നാളുകളായി ബൈബിൾ വായിക്കുന്നത് കൊണ്ടും പല പ്രാവശ്യം വായിച്ചത് കൊണ്ടും ഒരു പക്ഷേ ആ അതിശയോക്തി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രകടമല്ലാതായിട്ടുണ്ടാകാം. പക്ഷേ ഈ വചനം വായിക്കുന്ന ഒരു മനുഷ്യന് വിസ്മയിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെയുള്ള പ്രവർത്തന ശൈലിയായിരുന്നു ഈശോയുടെ പ്രവർത്തന ശൈലി. ജനമധ്യത്തിൽ വസിച്ചവൻ, ജനങ്ങളുടെ ഇടയിൽ വസിച്ചവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. വാസ്തവത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സ്കേനയോ എന്ന് പറയുന്നൊരു പദമാണ്. സ്കേനയോ എന്ന പദത്തിൻ്റെ അർത്ഥം കൂടാരമടിക്കുക എന്നാണ്. സ്കേനെ എന്ന് പറഞ്ഞാൽ കൂടാരം, സ്കേനയോ എന്ന് പറഞ്ഞാൽ കൂടാരമടിക്കുക. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തെ നാം യഥാർത്ഥത്തിൽ തർജ്ജമ ചെയ്യേണ്ടത്, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു വസിച്ചു എന്നാണ്. ജനങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ചു വസിക്കുന്ന ദൈവം. ഇത് നമ്മെ മറ്റൊന്നിനെ ഓർമ്മിപ്പിക്കുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം കൂടാരങ്ങളിൽ വസിച്ചപ്പോൾ അവരുടെ കൂടാരങ്ങൾക്കിടയിൽ ഒരു കൂടാരത്തിൽ വസിച്ചവനാണ് ദൈവം. സമാഗമ കൂടാരം, പ്രത്യക്ഷ കൂടാരം. ആ സമാഗമ കൂടാരത്തിൽ ജനത്തിനിടയിൽ അവൻ വസിച്ചു. നടുവിൽ സമാഗമ കൂടാരം, കർത്താവിൻ്റെ കൂടാരം, മുമ്പിൽ 3 കൂടാരങ്ങൾ, പിന്നിൽ 3 കൂടാരങ്ങൾ, ഇടതുവശത്ത് 3 കൂടാരങ്ങൾ, വലതുവശത്ത് 3 കൂടാരങ്ങൾ. അങ്ങനെ 12 കൂടാരങ്ങൾക്കിടയിൽ സമാഗമ കൂടാരത്തിൽ മരുഭൂമിയിൽ കർത്താവ് വസിച്ചതുപോലെ, ജനത്തിനിടയിൽ പാളയമടിച്ച കർത്താവിനെ പോലെ പുതിയ നിയമത്തിലെ ഈശോ ജനമധ്യത്തിൽ പാളയമടിക്കുന്നു, ജനത്തിനിടയിൽ കൂടാരമടിച്ചു വസിക്കുന്നു. അധ്വാനിക്കുന്ന, വിലപിക്കുന്ന, ദരിദ്രരായ, പാവപ്പെട്ട, നിസ്സഹായരായ, പരിഭ്രാന്തരായ ജനത്തിൻ്റെ ഇടയിൽ അവൻ വസിക്കുന്നു. അവൻ സ്വന്തം സംരക്ഷണ വലയത്തിൽ ഒതുങ്ങി നിന്നവനല്ല, ജനക്കൂട്ടത്തിലേക്ക് ഓടിയെടുത്തവൻ. നാൽക്കവലകളിൽ നിന്നും സമുദ്രതീരത്തേക്ക്, സമുദ്രതീരത്തു നിന്നും സിനഗോഗിലേക്ക്, സിനഗോഗിൽ നിന്നും തെരുവീതിയിലേക്ക്, തെരുവീതിയിൽ നിന്നും ചന്തയിലേക്ക്, ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് നടന്നു നീങ്ങിയ, ജനങ്ങൾക്കിടയിൽ വസിച്ച ഒരു തമ്പുരാൻ, ജനത്തിൻ്റെ കൂടെ ഇരുന്നവൻ, പാവപ്പെട്ടവരുടെ കരുണ കാണിച്ചവൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈശോയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-36 വചനങ്ങൾ നമുക്ക് വായിക്കാം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ദൈവത്തിൻ്റെ സങ്കല്പം തന്നെ മാറി മറയുകയാണ്. ദൈവത്തെ വലിയ രാജാവായും ദൈവത്തെ വലിയ ന്യായാധിപനായും കണ്ടുകൊണ്ടിരുന്ന ഒരു ജനത്തിൻ്റെ പക്കലേക്ക് ദൈവം നടന്നെടുക്കുകയാണ്. ജനമധ്യത്തിൽ തീർത്ഥാടനം ചെയ്യുന്ന ദൈവം, ഈ ലോകത്ത് നാം കാണുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? മനുഷ്യരെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നു. മനുഷ്യർ ദൈവത്തെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു.
ദർശനത്തിന് വേണ്ടി മനുഷ്യർ ദൈവത്തിൻ്റെ പക്കലേക്ക് നടക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ജനത്തെ ഈ ലോകത്ത് നാം കാണുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. യഥാർത്ഥ ദൈവത്തെ, ഏകസത്യ ദൈവത്തെ, ലോകരക്ഷകനായ ഏകരക്ഷകനായ ഈശോ മിശിഹായെ ജനമധ്യത്തിൽ തീർത്ഥാടനം ചെയ്യുന്ന ജനത്തെ അന്വേഷിക്കുന്ന മനുഷ്യ സ്നേഹിയായ ദൈവം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനത്തെ അന്വേഷിച്ച് ചുറ്റി സഞ്ചരിച്ചവൻ. ഇവിടെ ജനം ദൈവത്തെ അന്വേഷിക്കുകയല്ല, ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനത്തെയല്ല നാം കാണുന്നത്. മറിച്ച് ജനത്തിൻ്റെ പക്കലേക്ക്, ജനത്തെ അന്വേഷിച്ച് ജനമധ്യത്തിൽ തീർത്ഥാടനം നടത്തുന്ന ഒരു മനുഷ്യ സ്നേഹിയായ ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. കാരണം എന്താണ്? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. നിസ്സഹായരായ ജനത്തെ കണ്ടപ്പോൾ, പരിഭ്രാന്തരായ ജനത്തെ കണ്ടപ്പോൾ, രോഗികളെ കണ്ടപ്പോൾ, വേദനിക്കുന്നവരെ കണ്ടപ്പോൾ, ദരിദ്രരെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞു. അനുകമ്പ കൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. ജനത്തിൻ്റെ വേദന കാണുമ്പോൾ മനസ്സറിയുന്നൊരു ദൈവം, ജനമധ്യത്തിൽ തീർത്ഥാടനം ചെയ്യുന്നൊരു ദൈവം, ജനത്തിൻ്റെ നിസ്സഹായത കാണുമ്പോൾ കൂടെ കരയുന്നൊരു ദൈവം, ജനത്തിൻ്റെ കണ്ണീരൊപ്പുന്നൊരു ദൈവം. ഇതാണ് യേശു. കാരുണ്യത്തിൻ്റെ മുഖം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ. ദൈവം ന്യായാധിപനല്ല, ദൈവം കാരുണ്യവാനെന്ന് ഈ ലോകത്തോട് പറഞ്ഞവൻ. ദൈവത്തിൻ്റെ യഥാർത്ഥ മുഖം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ. തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് ദൈവം ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ. പ്രവർത്തന ശൈലിയിൽ എല്ലാവരെയും അതിശയിപ്പിച്ചവൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഈശോ മത്തായിയെ വിളിക്കുന്ന രംഗമാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. മത്തായി ആരായിരുന്നു എന്ന് നമുക്കറിയാം. ചുങ്കക്കാരനായിരുന്നു. സമൂഹത്തിൽ വലിയ വിലയില്ലാതിരുന്നവൻ. അവൻ്റെ വീട്ടിലേക്ക് ഈശോ നടന്നു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ജനം അതിശയിച്ചു. ജനം പരസ്പരം പറഞ്ഞു, ഇവൻ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇവൻ എന്തുകൊണ്ടാണ് പാപിയുടെ വീട്ടിലേക്ക് പോകുന്നത്? ഇവൻ എന്തിനാണ് പാപിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്? ഉടനെ ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പോയി മനസ്സിലാക്കുവിൻ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഫരിസേയർ ഇത് കണ്ട ശിഷ്യന്മാരോട് ചോദിച്ചു. ഏത് കണ്ടിട്ടാണ് ചോദിച്ചത്? ഈശോ മത്തായിയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട്. ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിലേക്ക് ഈശോ പോകുന്നത് കണ്ട് ഫരിസേയർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ആരും ചെയ്യാത്തതാണ്. സാധാരണ ഗുരുക്കൾ പണ്ഡിതരെയും ധനവാന്മാരെയുമാണ് വിളിക്കുന്നത്. സാധാരണ ഗുരുക്കൾ അവരോട് കൂടെ നിർത്തുന്നത് സമൂഹത്തിലെ ഉന്നത നിലയിലുള്ളവരെയാണ്. നിങ്ങളുടെ ഗുരു എന്തു ഗുരുവാണ്? അവൻ എന്തുകൊണ്ടാണ് പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് ചുങ്കക്കാരുടെ വീട്ടിലേക്ക് പോകുന്നത്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ അവരുടെ പിറുപിറുപ്പ് കേട്ട്, അവർ മുറുമുറുക്കുന്നത് കേട്ട് ഈശോ പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഈ ലോകത്തിലേക്ക് വന്ന ഏത് പ്രബോധകനും, ഏത് ഗുരുവും, ഏത് നേതാവും തന്നോട് ചേർത്ത് നിർത്തിയത് ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ സമ്പന്നരായവരെയും പണ്ഡിതരെയും കഴിവുള്ളവരെയുമാണ്. യേശു മാത്രമാണ് പാപികളെയും ചുങ്കക്കാരെയും മുക്കുവരെയും ദരിദ്രരെയും പാപികളെയും തന്നോട് ചേർത്ത് നിർത്തിയത്. ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ഇങ്ങനെ ചെയ്യുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്. ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്. ഈ ലോകത്ത് പാപികളെ അന്വേഷിച്ചു വന്ന ഒരു ദൈവത്തെ കുറിച്ച് യേശുവിന്റെ കാര്യത്തിലല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് പാപികളോടും ചുങ്കക്കാരോടും ദരിദ്രരോടും പക്ഷം ചേർന്ന അവർക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഒരു ദൈവത്തെ കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഈശോയെ കുറിച്ച് അവർ പറയുകയാണ്, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ മനുഷ്യൻ. യേശുവിന് അന്നത്തെ ലോകം ചേർത്ത് കൊടുത്ത പേരാണിത്. നീ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്.
ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ലോകത്തിലേക്ക് വന്ന ലോകരക്ഷകനെ കുറിച്ച്, ഗുരുവിനെ കുറിച്ച്, പ്രബോധകനെ കുറിച്ച്. ഒരു പ്രബോധകനെ കുറിച്ചും ഒരു ഗുരുവിനെ കുറിച്ചും ഒരിടത്തും പറയാത്ത കാര്യങ്ങൾ. നീ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനാണ്. നീ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. നീ ചുങ്കക്കാരുടെ വീട്ടിലേക്ക് അതിഥിയായി പോകുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 7-ാമത്തെ വചനം നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. 7-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ഏത് കണ്ടപ്പോഴാണ് അവർ പിറുപിറുത്തത്? സക്കേവൂസിനെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ. വാസ്തവത്തിൽ സക്കേവൂസ് ഈശോയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നില്ല, വീട്ടിലേക്ക് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. ഈശോയാണ് സക്കേവൂസിനോട് പറഞ്ഞത്, സക്കേവൂസേ, നീ ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ ആകേണ്ടിയിരിക്കുന്നു, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ടാണ് സക്കേവൂസ് ഇറങ്ങി വരുന്നത്. അങ്ങനെ സക്കേവൂസിനെയും കൂട്ടി ഈശോ വീട്ടിലേക്ക് പോവുകയാണ്. സക്കേവൂസ് ആരാണ്? സമൂഹത്തിൽ വിലയില്ലാത്തവൻ, ചുങ്കക്കാരൻ, മാറ്റി നിർത്തപ്പെട്ടവൻ. അവൻ്റെ വീട്ടിലേക്ക് അതിഥിയായി ഈശോ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ആ ജനത്തിന് പിടിച്ചില്ല. ആ ജനം കൂടെയുള്ളവരോട് പറയുകയാണ്, ശിഷ്യരോട് പറയുകയാണ്, ഇവൻ എന്തു പണിയാണ് ചെയ്യുന്നത്? ഇവൻ എന്തുകൊണ്ടാണ് ചുങ്കക്കാരൻ്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് പോകുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്. ചുങ്കക്കാരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയവൻ, ദരിദ്രരോട് പക്ഷം ചേർന്നവൻ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായവൻ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് കരുണ കാണിച്ചവൻ, വെറുക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിയവൻ, മാറ്റി നിർത്തിയവരെ കൂടെ നിർത്തിയവൻ, ഇവനായിരുന്നു ഈശോ. പ്രവർത്തന ശൈലിയിൽ അതിശയിപ്പിക്കുന്നവൻ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ആരാണ് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വന്നുകൊണ്ടിരുന്നത്? ചുങ്കക്കാരും പാപികളും. ഇത് കണ്ടപ്പോൾ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. വീണ്ടും അവർ പറയുകയാണ്, ഇവൻ പാപികളെ സ്വീകരിക്കുകയും ചുങ്കക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പാപികളുടെ കൂടെ വസിക്കുന്നവൻ, പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവൻ, ചുങ്കക്കാരുടെ സഹവാസം പുലർത്തുന്നവൻ, ഇവൻ എന്തു ഗുരുവാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ സമാനമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാമത്തെ വചനം. ഈശോ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാമത്തെ വചനം. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലിരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. ആരുടെ വീട്ടിലാണ് ഈശോ ഭക്ഷണത്തിനിരിക്കുന്നത്? കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ. കുഷ്ഠരോഗിയെ അന്നത്തെ സമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നത്? കുഷ്ഠരോഗി മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നു. കുഷ്ഠമുള്ളവൻ പാളയത്തിന് പുറത്ത് വസിക്കണം, അവൻ അശുദ്ധനാണ്. ലേവിയരുടെ പുസ്തകം 13-ാം അധ്യായം 45-46 വചനങ്ങൾ നോക്കിയാൽ ഒരു കുഷ്ഠരോഗിയെ അന്നത്തെ സമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഷ്ഠമുള്ളവൻ മുടി ചീകരുത്, കീറിയ വസ്ത്രങ്ങൾ ധരിക്കണം, അവൻ്റെ മേൽചുണ്ട് തുണി കൊണ്ട് അവൻ മറയ്ക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അവൻ പാളയത്തിന് പുറത്ത് ഒറ്റയ്ക്ക് വസിക്കണം. അങ്ങനെയുള്ളവനായിരുന്നു ശിമയോൻ. മുടി ചീകാൻ അവകാശമില്ലാത്തവൻ, കീറിയ വസ്ത്രം മാത്രം ധരിക്കുവാൻ വിധിക്കപ്പെട്ടവൻ, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവൻ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട് പാളയത്തിന് പുറത്ത് ഏകനായി വസിച്ചവൻ. അങ്ങനെയുള്ള ശിമയോന്റെ വീട്ടിലേക്ക് ഈശോ പോകുന്നു. യാതൊരു സങ്കോചമില്ലാതെ ആ ഈശോ ശിമയോനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവൻ്റെ പ്രവർത്തന ശൈലി അതിശയിപ്പിക്കുന്നതാണ്. അവൻ്റെ പ്രവർത്തന ശൈലി ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്തതാണ്. ഈ ഭൂമിയിലെ ഒരു പ്രബോധകനും ഒരു പണ്ഡിതനും ഒരു ഗുരുവനും ഒരു ഗ്രന്ഥ കർത്താവിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യം, ആർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യം, പ്രവർത്തന ശൈലിയിൽ അവൻ അതിശയിപ്പിക്കുന്നവനായിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈശോ ഏകരക്ഷകനായിരുന്നു, സമാനതകളില്ലാത്തവനായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി നാം കണ്ടു ദൈവത്വത്തിൽ സമാനതകളില്ലാത്തവൻ. രണ്ടാമതായി നാം കണ്ടു വാക്കുകളിൽ അദ്വിതീയൻ,
ഒരുവനും പറയാത്ത പ്രബോധനങ്ങൾ ഈ ലോകത്തിന് കൊടുത്തവൻ. മൂന്നാമതായി നാം കണ്ടു, പ്രവർത്തന ശൈലിയിൽ അതിശയിപ്പിക്കുന്നവൻ, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തവൻ. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പരിശോധിച്ചാലും, യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് പരിശോധിച്ചാലും, യേശുവിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? യേശുവിനെ പോലെ ഈ ഭൂമിയിൽ ആരുമില്ല. യേശു അല്ലാതെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ആകാശത്തിന് കീഴെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അവൻ്റെ നാമത്തിലാണ് രക്ഷയുള്ളത്. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിനെ കാണണം. ദൈവത്തിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിലൂടെ പോകണം. അവനാണ് ലോകരക്ഷകൻ, അവനാണ് ഏകരക്ഷകൻ. തുറന്നു വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ ഏകരക്ഷകനായ, സമാനതകളില്ലാത്ത ദൈവത്വത്തിൻ്റെ ഉടമയായ, വാക്കുകളിൽ അദ്വിതീയനായ, പ്രവർത്തന ശൈലിയിൽ അതിശയിപ്പിക്കുന്നതിനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഈ യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം ഈ രക്ഷകനെ കണ്ടെത്തട്ടെ. എല്ലാ നാവുകളും അവൻ്റെ പരിശുദ്ധമായ നാമം സ്തുതിക്കട്ടെ. എല്ലാ മുട്ടുകാലുകളും അവൻ്റെ മുമ്പിൽ മടങ്ങട്ടെ. അവനാണ് ഏകരക്ഷകൻ, അവനാണ് ലോകരക്ഷകൻ. ഈ വലിയ വിശ്വാസത്തോടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. ലോകരക്ഷകനായ യേശു, നമ്മെ രക്ഷിക്കാനായി വന്ന യേശു ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്നു. വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ രക്ഷ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിലെ 97% ഈ രക്ഷകനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഈ നമ്മുടെ മാതൃരാജ്യം രക്ഷകനെ കണ്ടെത്താൻ വേണ്ടി, രക്ഷ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ നാവുകളും ഈ പരിശുദ്ധമായ നാമം സ്തുതിക്കട്ടെ. ഈ എല്ലാ മുട്ടുകാലുകളും ഈ പരിശുദ്ധമായ ആരാധനയുടെ മുമ്പിൽ മടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് ആരാധന. ഏകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് ആരാധന. ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആനന്ദമേകുന്ന ആരാധന, ആശ്വാസമേകുന്ന ആരാധന, ആത്മാവിലലിയുന്ന ആരാധന, അഭിഷേകം നൽകുന്ന ആരാധന. ആനന്ദമേകുന്ന ആരാധന, ആശ്വാസമേകുന്ന ആരാധന, ആത്മാവിലലിയുന്ന ആരാധന, അഭിഷേകം നൽകുന്ന ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ലോകരക്ഷകനെ, ഏകരക്ഷകനെ,
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ പക്കലേക്ക് നമുക്ക് കൈകൾ ഉയർത്താം. വിശ്വാസത്തോടെ നമുക്ക് അവനെ സ്തുതിക്കാം. ഈ ലോകം രക്ഷ കണ്ടെത്തട്ടെ. സകല മനുഷ്യരും യേശുവിനെ അറിയട്ടെ. സകല നാവുകളും യേശുവിന്റെ പരിശുദ്ധമായ നാമത്തെ സ്തുതിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കാം, സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകരക്ഷകനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഏകരക്ഷകനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവിനെ സ്തുതിക്കട്ടെ. ലോകരക്ഷകനായ യേശുവിനെ, ഏകരക്ഷകനായ യേശുവിനെ എല്ലാ നാവുകളും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടൊപ്പം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധന, അഭിഷേകം നൽകുന്ന ആരാധന, നമുക്ക് ചേർന്ന് പാടാം. ആനന്ദമേകുന്ന ആരാധന, ആശ്വാസമേകുന്ന ആരാധന, ആത്മാവിലലിയുന്ന ആരാധന, അഭിഷേകം നൽകുന്ന ആരാധന. ചേർന്ന് പാടാം. ആരാധന, വിശ്വാസത്തോടെ യേശുവേ ആരാധന, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന, ചേർന്ന് പാടാം. ആരാധന, നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കാം. ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന, 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 ചേർന്ന് പാടാം. വിശ്വാസത്തോടെ ചേർന്ന് പാടാം. ആരാധന, ആരാധന. യേശുവേ, എല്ലാവരും വിളിക്കട്ടെ. വിശ്വാസത്തോടെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, ആരാധന, എല്ലാവരും. ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ അങ്ങേക്ക് മാത്രം മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയനേ യേശുവേ, കാരുണ്യവാനായ കർത്താവേ, പരമവൈദ്യനായ കർത്താവേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാവുകളും അങ്ങയെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയെപ്പോലെ ഈ ലോകത്തിൽ ആരുമില്ല കർത്താവേ. അങ്ങല്ലാതെ മറ്റൊരു രക്ഷകനില്ല കർത്താവേ. അങ്ങല്ലാതെ രക്ഷിക്കുന്ന ഒരു ദൈവമില്ല കർത്താവേ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അങ്ങേക്ക് മാത്രം ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. കർത്താവേ, 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 യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. അങ്ങയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ
ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നമുക്ക് കണ്ണുകളുയർത്താം. ജനമധ്യത്തിൽ തീർത്ഥാടനം ചെയ്ത തമ്പുരാൻ, ഈ ലോകത്തിൽ ജനം മുഴുവൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ മനുഷ്യരെ അന്വേഷിച്ച് മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച് വസിച്ച തമ്പുരാൻ ഇതാ നമ്മോടൊപ്പമായിരിക്കുന്നു. പാപികളെ ചേർത്ത് നിർത്തിയവൻ, ചുങ്കക്കാരോട് കരുണ കാണിച്ചവൻ, ദരിദ്രരെ ഭാഗ്യപ്പെട്ടവർ എന്ന് വിളിച്ചവൻ, കുഷ്ഠരോഗിയോടൊപ്പം ഭക്ഷണത്തിനിരുന്നവൻ ഇതാ ഇന്ന് നമ്മോടൊപ്പം. നമ്മുടെ ബലഹീനതകളും നമ്മുടെ പാപങ്ങളും അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ പരിശുദ്ധരിൽ പരിശുദ്ധനായ പരമകാരുണ്യകനായ തമ്പുരാൻ ഇതാ നമ്മോടൊപ്പം, നമ്മുടെ മുമ്പിൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അകലങ്ങളിലിരുന്ന് എത്തി നോക്കിയ, മരച്ചില്ലയിലിരുന്ന് എത്തി നോക്കിയ സക്കേവൂസിനോട്, സക്കേവൂസേ ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ തമ്പുരാനിതാ നമ്മുടെ പാപങ്ങൾ കൊണ്ടും അയോഗ്യതകൾ കൊണ്ടും ബലഹീനതകൾ കൊണ്ടും അവിടുത്തെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ അർഹത പോലുമില്ലാതെ അകലങ്ങളിലായിരുന്ന അവിടുത്തെ നോക്കിയിരിക്കുന്ന നമ്മെ കണ്ടുകൊണ്ട് അവൻ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോടൊപ്പമായിരിക്കും, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ അതിഥിയായിരിക്കും, ഇന്ന് ഞാൻ നിന്നോടൊപ്പമായിരിക്കും, ഞാൻ നിന്റെ കൂടെ ആയിരിക്കും. പാപികളോട് ഭക്ഷണം ചേർന്നവൻ, പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനായ മനുഷ്യൻ, കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നവൻ, ഈ തമ്പുരാനിതാ ഇന്ന് നമ്മോടൊപ്പം. ഈ വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ മുമ്പിൽ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ തകർച്ചകളും നമുക്ക് സമർപ്പിക്കാം. അവന് പരിഹരിക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലില്ല. അവന് സുഖപ്പെടുത്താൻ സാധിക്കാത്തൊരു രോഗം നമ്മുടെ ജീവിതത്തിലില്ല. അവന് ഇല്ലാതാക്കാൻ സാധിക്കാത്തൊരു തിന്മയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ലോകരക്ഷകനായ യേശുവിനെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. ലോകരക്ഷകനായ യേശുവിനെ നമുക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. അവൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും ഒരു നിമിഷം അവിടുത്തെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ചും വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ലോകരക്ഷകനാണ്. കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ, പിശാചു ബാധിതരെ സുഖപ്പെടുത്തിയവൻ, തിന്മയുടെ ശക്തികളെ ജയിച്ചവൻ, ലോകത്തിന് മുമ്പിൽ ലോകത്തിനു മേൽ വലിയ വിജയം നേടിയവൻ, മരണത്തെ തോൽപ്പിച്ചവൻ, ദുഷ്ടശക്തികളെ കീഴ്പ്പെടുത്തിയവൻ, എല്ലാ തരത്തിലും രക്ഷകൻ. അവൻ്റെ മേൽ ഒരു ശക്തിയുമില്ല, അവനേക്കാൾ ഉയർന്ന ഒരു പ്രതിബന്ധവുമില്ല. അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ഒരു തടസ്സവും ഒരു പ്രതിബന്ധവും നമ്മുടെ ജീവിതത്തിലില്ല. രക്ഷകന്റെ രക്ഷ നമ്മൾ ഇന്ന് അനുഭവിക്കണം. പരിപൂർണമായ രക്ഷ നമ്മൾ ഇന്ന് അനുഭവിക്കണം. പരിപൂർണമായ രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകണം. നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ ഇല്ലാതാകണം. തിന്മയുടെ ശക്തി ക്ഷയിച്ചു പോകണം. പാപത്തിൻ്റെ ശക്തി നശിച്ചു പോകണം. രോഗത്തിൻ്റെ ശക്തി വിട്ടുപോകണം. അങ്ങനെ രോഗത്തിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും തകർച്ചകളുടെയും എല്ലാം ശക്തി ക്ഷയിച്ചു പോയി യേശുവിൻ്റെ ശക്തി നമ്മിൽ ഭരണം നടത്തണം. അതാണ് രക്ഷ. യേശുവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരണം. അങ്ങനെയാണ് നാം രക്ഷ കണ്ടെത്തേണ്ടത്. ഈ ലോകത്തിന്റെ രക്ഷകൻ ഇതാ നമ്മോടൊപ്പം, ഏകരക്ഷകൻ ഇതാ നമ്മോടൊപ്പം, മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച് വസിച്ച തമ്പുരാൻ ഇതാ നമ്മോടൊപ്പം. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ രക്ഷ കണ്ടെത്താൻ വേണ്ടി, രക്ഷയുടെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് വിശ്വാസത്തോടെ കൈകൾ ഉയർത്താം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിനല്ലാതെ മറ്റൊരുവിനൊരു രക്ഷയില്ല. ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കരഞ്ഞപേക്ഷിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുണാമയനായ, കാരുണ്യവാനായ, ഏകരക്ഷകനായ, ലോകരക്ഷകനായ യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. യേശുവേ, യേശുവേ, കാരുണ്യവാനായ യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് മഹത്വം. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. അങ്ങാണ് ലോകരക്ഷകൻ. അങ്ങാണ് ലോകരക്ഷകൻ. അങ്ങാണ് ഏകരക്ഷകൻ. യേശുവേ, 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 കരുണയായിരിക്കണമേ, രക്ഷ നൽകണമേ.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോടൊപ്പം നമുക്ക് ഒത്തുചേർന്ന് കൈകളടിച്ച് പാട്ടുപാടി അവിടുത്തെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് പാടട്ടെ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ രക്ഷക, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരരുതേ മനമേ, ചേർന്ന് പാടാം. ആകുലമോ അരുതേ, ചേർന്ന് പാടാം. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ. പുകളാലെ കിന്നരമോട് ആരാധന. സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ. തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. കൈകളടിച്ച് ചേർന്ന് പാടാം. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. വിശ്വാസത്തോടെ പാടാം. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ. തളരരുതേ മനമേ, ചേർന്ന് പാടാം. ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഇത് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തമ്പുരാൻ ചൊരിയുന്ന നിമിഷങ്ങൾ. തമ്പുരാന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ തകർച്ചകളെ സമർപ്പിക്കാം, രോഗങ്ങളെ സമർപ്പിക്കാം. ഈ അത്ഭുതങ്ങളുടെ നിമിഷങ്ങളിൽ, ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിൽ വലിയ രക്ഷ അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ലോകം രക്ഷയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ രാജ്യം രക്ഷയിലേക്ക് കടന്നു വരട്ടെ. സമ്പൂർണ്ണ രക്ഷ, സമ്പൂർണ്ണ വിടുതല, സമ്പൂർണ്ണ വിടുതൽ നമുക്ക് ലഭിക്കട്ടെ. യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വിശ്വാസത്തോടെ, വഴികൾ തുറന്നു തരും. വിശ്വാസത്തോടെ. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. കപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. കപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കൈകളുയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗങ്ങളെ സുഖപ്പെടുത്തണമേ, തകർച്ചകളിൽ നിന്ന് വിമോചനം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ലോകരക്ഷകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണമേ, തകർച്ചകളിൽ നിന്ന് വിമോചനം നൽകണമേ, പാപങ്ങളിൽ നിന്ന് മോചനം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. കർത്താവേ രക്ഷ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ, തിന്മയുടെ
ശക്തികൾ നശിച്ചു പോകട്ടെ, രോഗത്തിന്റെ ശക്തികൾ ഇല്ലാതാകട്ടെ, ശാപങ്ങൾ തളർന്നു പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, കരുണ വർഷിക്കണമേ കർത്താവേ. സൗഖ്യം നൽകണമേ, വിമോചനം നൽകണമേ, വിടുതൽ നൽകണമേ, തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് വിമോചനം നൽകണമേ, തകർച്ചകളിൽ നിന്ന് മോചനം നൽകണമേ, പാപങ്ങളിൽ നിന്ന് മോചനം നൽകണമേ, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. രക്ഷകനായ ദൈവമേ കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,